ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ലോഗോകൾ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും മലയാളികൾ ലോഗോവിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഡയറി മിൽക്കിൻ്റെ ഒക്കെ ലോഗോ മാറ്റിയത് 10 കോടി രൂപയ്ക്കാണെന്നുള്ള വാർത്തകളൊക്കെ വലിയ പ്രചാരത്തിലായിരുന്നു. എന്താണ് ലോഗോവിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ്? യാതൊരു സംശയവും വേണ്ട, നമ്മളുടെയൊക്കെ മുഖം പോലെ തന്നെ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ ലോഗോ തന്നെയാണ് ആ ബ്രാൻഡിൻ്റെ വാല്യൂസിനെയും ആ ബ്രാൻഡിൻ്റെ സ്ട്രെങ്ത്തിനെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലോഗോ ആ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോഗോ വർക്ക് ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ ക്ലിയർ എന്ന ഒരു ഫ്രെയിം വർക്ക് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ക്ലിയർ? ക്ലിയർ ഒരു എക്രോണിമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ. ഏറ്റവും ആദ്യത്തേത് സി ആണ്. സി എന്നാൽ ക്ലിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് ലോഗോ ഡിസൈൻ ചെയ്യുമ്പോഴും അത് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായും ക്ലിയറായും ആളുകളിലേക്ക് എത്താൻ സാധിക്കണം. ഒരുപക്ഷെ ഒരു കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ കമ്പനിയോ ആണ് നിങ്ങളുടേതെങ്കിൽ, ആ കാർഷിക സംബന്ധമായിട്ടുള്ള ലോഗോ ആണ് അല്ലെങ്കിൽ കമ്പനിയാണ് നിങ്ങളുടേത് എന്ന് കൃത്യമായി ആളുകൾക്ക്, പ്രത്യേകിച്ചും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് മനസ്സിലാവുന്ന തരത്തിൽ ചില എലമെന്റുകളും ഫോണ്ടുകളും കളറുകളും ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇത്തരത്തിൽ ലോഗോയിലൂടെ നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് ക്ലാരിറ്റി കൊടുക്കുന്ന, ആരാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ക്ലാരിറ്റി കൊടുക്കുന്ന ലോഗോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എഫക്റ്റീവ്നെസ് കൂടുതലായിരിക്കും. ക്ലിയറിനകത്തെ എൽ എന്ന് പറയുന്നത് ലോഞ്ചിവിറ്റിയാണ്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തോളം നിങ്ങൾക്ക് ഈ ലോഗോ തന്നെ ഉപയോഗിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. കാലങ്ങളോളം ഒരുപക്ഷെ ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല. പെപ്സി എടുത്താലും കൊക്കക്കോള എടുത്താലും ഒക്കെ കാലാകാലങ്ങളിൽ അവരവരുടെ ലോഗോയിന് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങളായിരിക്കും വരുത്തിയിട്ടുണ്ടാവുക. എന്നാലും ഒരു നിശ്ചിത സമയത്തേക്കെങ്കിലും അത് നിലനിൽക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം സ്ഥിരമായി ലോഗോ മാറ്റുന്നതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും നമ്മുടെ ഐഡന്റിറ്റി വളരെ കൺഫ്യൂസിംഗ് ആക്കും, വളരെ ഡൈല്യൂട്ടഡ് ആക്കും. അതുകൊണ്ട് തന്നെ ലോഞ്ചിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ട്രെൻഡുകളും ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ട്രെൻഡുകളും ആളുകളുടെ കൺസ്യൂമർ ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം, പ്രത്യേകിച്ചും നമ്മളുടെ ബ്രാൻഡുമായിട്ടുള്ള അവരുടെ കണക്ഷനും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിൽ ലോഞ്ചിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഡിസൈൻ എലമെന്റുകൾ സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് എലഗൻസ് ആണ്. പലപ്പോഴും ഒറ്റ നോട്ടത്തിൽ തന്നെ ചില ലോഗോകൾ നമുക്കങ്ങ് ഇഷ്ടപ്പെടും. അതിന് കാരണം അതിൻ്റെ ഒരു എലഗൻസ് ആണ്. ആ എലഗൻസ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കമ്പനിയുടെ തന്നെ, ഓർഗനൈസേഷൻ്റെ തന്നെ ഇമേജ് അടുത്ത ലെവലിലേക്ക് പോകും. വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ലോഗോ ഉള്ള കമ്പനിയും ആ കമ്പനിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളും അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള, വിഷ്വൽ സെൻസ് ഉള്ള, ക്ലാരിറ്റി ഉള്ള ആളാണ് എന്നുള്ളൊരു തോന്നലും ഉണ്ടാകും. പ്രത്യേകിച്ചും കമ്പനിയുടെ ഇമേജിൻ്റെയും പ്രത്യേകിച്ചും ആ ഓൺട്രപ്രണറുടെ ഇമേജിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് അവരുടെ ലോഗോയിലുള്ള എലഗൻസ് തന്നെയാണ്. എലഗൻസ് എന്ന് പറയുമ്പോൾ കാണാനുള്ള എസ്തെറ്റിക്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിലുപയോഗിക്കുന്ന കളറുകൾ, അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫീലിംഗ്, ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് എലഗൻസ് എന്ന് പറയുന്ന വാക്ക്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകിച്ചും പുതിയ ട്രെൻഡുകളും കോണ്ടംപററി മെത്തേഡ്സും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ഇനി ഒരു ലോഗോ ഉണ്ടാക്കുമ്പോൾ ഡിസൈൻ ചെയ്യാൻ. ക്ലിയറിനകത്തുള്ള എ ഈസ് ഫോർ അഡാപ്റ്റബിലിറ്റി. എന്തായിരിക്കും അഡാപ്റ്റബിലിറ്റി? നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ആയിരിക്കും ആ ലോഗോ ഉപയോഗിക്കാൻ പോകുന്നത്, ഫങ്ഷണലി ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് വലിയ സൈൻ ബോർഡുകളിലും വലിയ ഹോർഡിങ്ങുകളിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു സൈൻ ബോർഡിൽ ഉപയോഗിക്കാൻ പാകത്തിന് ആ രീതിയിലായിരിക്കണം ലോഗോവിൻ്റെ ലേഔട്ടും സ്റ്റൈലും എലമെൻറ്റുകളും ഒക്കെ വരേണ്ടത്. അതേസമയം ഒരു IT കമ്പനിയാണെങ്കിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സ്പേസിലായിരിക്കും. അപ്പോൾ അതിന് ഉതകുന്ന ഫോണ്ടുകളും അതിന് ഉതകുന്ന കളറുകളും ഒക്കെ ആയിരിക്കേണ്ടി വരും അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം, മോഡ്, പ്രതലം ഇതൊക്കെ അനുസരിച്ച് ഇതിൻ്റെ ഡിസൈനുകളിൽ ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അവസാനത്തെ 6 എന്ന് പറയുന്നത് റെലവൻസ് ആണ്. എന്ത് റെലവൻസ് ആണ് ഈ പെർട്ടിക്കുലർ ലോഗോവിനുള്ളത്? ഉപയോഗിച്ചിരിക്കുന്ന കളറിന്, ഫോണ്ടിന് അത് എന്ത് ഫീലിംഗ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മാത്രമല്ല ഇത് എന്ത് ആക്ഷൻ ആണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്? പലപ്പോഴും ചില ലോഗോകൾ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകാം, ചില ലോഗോകൾ കാണുമ്പോൾ നമുക്ക് പേടിയായിരിക്കും തോന്നുന്നത്, ചില ലോഗോകൾ കാണുമ്പോൾ നല്ലൊരു ബോൾഡ് ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ അതിലുപയോഗിക്കുന്ന കളറുകൾ, അതിലുപയോഗിക്കുന്ന ഫോണ്ടുകൾ, അതിലുപയോഗിക്കുന്ന എലമെൻറ്റുകൾ ഇതിനൊക്കെ ഇതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ റെലവൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സെയിൽസിനെ
പോലും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ലോഗോകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ലോഗോവിന് വളരെ സിമ്പിളായിട്ടും ലൈറ്റായിട്ടും എടുത്തിട്ട് ലോഗോ ഡിസൈൻ ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ചും മലയാളികൾക്ക് വലിയ മടിയാണ്. ഇവിടെയാണ് ബിസിനസ്സിൻ്റെ ആദ്യത്തെ പരാജയം ആരംഭിക്കുന്നത്. ലോഗോവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫേസും എല്ലാം, ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും എല്ലാം, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയും എല്ലാം ഏറ്റവും ഭംഗിയാക്കിയാലാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊരു എൻട്രി പോലും ലഭിക്കുക ഒരു ഇൻവെസ്റ്ററുടെ അടുത്തേക്ക്. അത്തരത്തിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ഓഫീസിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ലോഗോവും ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കാവുന്നതാണ്. ഏകദേശം 200-ലധികം ബ്രാൻഡുകളെ കേരളത്തിലും GCCയിലുമായിട്ട് വർക്കൗട്ട് ചെയ്യാനും അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡുകളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും കംപ്ലീറ്റ് കോർപ്പറേറ്റ് ബ്രാൻഡ് ജേണിയും ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡ് ജേണിക്ക് മുതൽക്കൂട്ടാവും നമ്മുടെ ടീം എന്നുള്ളത് ഉറപ്പാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ. ഓൾ ദ ബെസ്റ്റ്.